2018 റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ ബോബി സഞ്ജയ് കൂട്ടുകെട്ടിന്റെ തിരക്കഥയിൽ പിറന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രമാണ് കായംകുളം കൊച്ചുണ്ണി. മധ്യ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് സമ്പന്നരെ കൊള്ളയടിച്ച് പാവങ്ങൾക്ക് നൽകിയ കേരളത്തിന്റെ സ്വന്തം റോബിൻഹുഡ് എന്നറിയപ്പെടുന്ന കായംകുളം കൊച്ചുണ്ണിയുടെ വീരഗാഥയാണ് ഈ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്. നിവിൻ പോളി ടൈറ്റിൽ റോളിൽ എത്തിയ ചിത്രത്തിൽ പ്രിയ ആനന്ദ്, സണ്ണി വെയിൻ, ബാബു ആന്റണി തുടങ്ങിയ വലിയൊരു താരനിര തന്നെ അണിഞ്ഞിരുന്നു. എന്നാൽ ഈ സിനിമയുടെ തലവര തന്നെ മാറ്റിയെഴുതിയത് കൊച്ചുണ്ണിയുടെ വഴികാട്ടിയും സഹയാത്രികനുമായ ഇത്തിക്കര പക്കിയായി സാക്ഷാൽ മോഹൻലാൽ എത്തിയപ്പോഴാണ്. സ്ക്രീനിൽ വളരെ കുറച്ചു നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും സിനിമയെ ഒന്നാകെ ആവേശം കൊള്ളിച്ചത് ലാലേട്ടന്റെ ആ തകർപ്പൻ ക്യാമിയോ റോളായിരുന്നു. നിവിൻ പോളി കൊച്ചുണ്ണിയായി മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും മോഹൻലാലിന്റെ മാസ് എൻട്രിയിലാണ് ചിത്രം തിയേറ്ററുകളിൽ ഒരു ഉത്സവമായി മാറിയത് എന്ന് നിസ്സംശയം പറയാം. ഈ വേഷത്തിന് പിന്നിൽ വളരെ കൗതുകകരമായ ചില കഥകളുണ്ട്. തിരക്കഥ കേട്ട ഉടനെ തന്നെ മോഹൻലാലിന് ആ കഥാപാത്രത്തെ വല്ലാതെ ഇഷ്ടപ്പെടുകയും അങ്ങനെ അദ്ദേഹം ഇത്തിക്കര പക്കിയാകാൻ പൂർണ്ണ സമ്മതം മൂളുകയുമായിരുന്നുവെന്ന് സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് പറഞ്ഞിട്ടുണ്ട്. നിവിൻ പോളിയാണ് കൊച്ചുണ്ണിയായി എത്തുന്നതെങ്കിൽ താൻ ഇത്തിക്കര പക്കിയായി അഭിനയിക്കില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ മറ്റൊരു നടനും അന്നുണ്ടായിരുന്നു അത്രേ. മോഹൻലാൽ ഈ പ്രൊജക്റ്റിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ സ്ക്രീൻ സ്പേസ് നൽകണമെന്ന് ആവശ്യപ്പെട്ടത് സാക്ഷാൽ നിവിൻ പോളി തന്നെയായിരുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ലാലേട്ടൻ ഫാൻസിന് ശരിക്കും തിയേറ്ററുകളിൽ ആഘോഷിക്കാൻ വക നൽകുന്ന ഒരു സീൻ വേണമെന്ന് നിവിൻ നിർബന്ധം പിടിച്ചു. സംവിധായകൻ റോഷൻ ആൻഡ്രൂസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കൊച്ചുണ്ണിയുടെ തിരക്കഥ വായിച്ചപ്പോൾ തന്നെ നിവിൻ ചോദിച്ചിരുന്നു, ഇതിൽ ആരാണ് ഇത്തിക്കര പക്കിയെന്ന്. ആ കഥാപാത്രത്തിന്റെ പ്രാധാന്യം അവന് കൃത്യമായി അറിയാമായിരുന്നു. ഞങ്ങൾ ചില യുവനടന്മാരെയൊക്കെ ആ വേഷത്തിനായി സമീപിച്ചെങ്കിലും അവർക്കതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിലാണ് ലാലേട്ടനിലേക്ക് എത്തുന്നത്. ആന്റണി ചേട്ടനോടാണ് ആദ്യം കഥ പറഞ്ഞത്. പിന്നീട് അതറിഞ്ഞ ലാലേട്ടന് കഥാപാത്രത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അത് ഞങ്ങളുടെ ആവേശം ഇരട്ടിയാക്കി. സിനിമയിൽ അദ്ദേഹം ചെയ്യുന്ന ഗംഭീരമായൊരു ഫൈറ്റ് സീനുണ്ട്. അത് യഥാർത്ഥത്തിൽ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ലാലേട്ടൻ വരുമ്പോൾ നമുക്ക് ശരിക്കും ആഘോഷിക്കണം എന്ന് പറഞ്ഞ് നിവിൻ പോളിയുടെ നിർദ്ദേശപ്രകാരമാണ് ആ രംഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്തത്. ഈ ഒറ്റ തീരുമാനമാണ് ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി കായംകുളം കൊച്ചുണ്ണിയെ മാറ്റിയത്. ഇത്തിക്കര പക്കിയുടെ ആ വരവോടെ ചിത്രം വേറൊരു ലെവലിലേക്ക് ഉയരുകയായിരുന്നു. മോഹൻലാൽ എന്ന താരരാജാവിന്റെ സ്ക്രീൻ പ്രസൻസ് നിവിന്റെ കൊച്ചുണ്ണിക്കൊപ്പം ചേർന്നതോടെ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് എക്കാലത്തും ഓർമ്മിക്കാവുന്ന ഒരു ഗംഭീര ദൃശ്യവിരുന്നാണ്.